പഠിക്കുകയാണ്. അജ്ഞത മൂലം ചരലിൽ നിന്നുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങളുടെ പേരിൽ സിയാറത്ത് പാടില്ലെന്ന് പറയുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഏർപ്പാടാണ്. ഇസ്ലാം പുണ്യകർമ്മമാക്കിയ വിവാഹ ചടങ്ങുകളുടെ പേരിൽ ധാരാളം ഹറാമുകൾ സമൂഹത്തിൽ ഇന്ന് അരങ്ങേറുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ധാരാളം അനാവശ്യങ്ങൾ തലേന്നും പിറ്റേന്നുമായിട്ട് അവിടെ നടക്കണില്ലേ? ആ കാരണം പറഞ്ഞ് ആരും ഇന്നോളം വിവാഹ ചടങ്ങും സദ്യയും ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കാരണം പറഞ്ഞിട്ട് വിവാഹം സദ്യ ഹറാമാന്ന് പറയാത്തതുപോലെ തന്നെ ഈ ദർഗകളിൽ സിയാറത്ത് ചെയ്യൽ അത് ഹറാമാന്ന് പറയാൻ ഞങ്ങൾ തയ്യാറില്ല. ആ അനാവശ്യമായി ചെയ്യുന്ന ആളുകൾക്ക് ഉപദേശിക്കുക, ഇതേ നിവൃത്തിയുള്ളൂ. കല്യാണവും അങ്ങനെ തന്നെ. കല്യാണം നിർത്തിയേക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറയാൻ കഴിയൂല. കല്യാണത്തിൽ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയും. ഇതുപോലെ തന്നെയാണ് നേർച്ചയുടെയും ഉറൂസിൻ്റെയും കഥയും. ഈ കല്യാണത്തിനായി തന്നെ മഹാന്മാർ മരിച്ച ആണ്ട് എത്തുമ്പോൾ നടത്തുന്ന വാർഷിക സിയാറത്തും അന്ന് അന്നദാനവുമാണ്. അത് ഇസ്ലാം അംഗീകരിച്ചതുമാണ്. വിശുദ്ധ ഖുർആന്റെ 13:24 വ്യാഖ്യാനത്തിൽ ഇങ്ങനെ കാണാം. ഇതിന് അബൂ ഹുറൈറ പറയുന്നു, ഓരോ വർഷത്തിന്റെ തുടക്കത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അവരോട് പറയും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. പരലോകമാണ് ഉത്തമ ഭവനം. നബിയുടെ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തിരുന്നു. ഇബ്നു കസീർ 2:512. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വല്ല പ്രത്യേക ആവശ്യവും നേരിട്ടാൽ ഇമാം അബൂ ഹനീഫയുടെ ഖബറിനരികിൽ പോവുകയും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ബർക്കത്തെടുക്കുകയും തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ഖബറിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്താൽ ആ ആവശ്യം വീടാറുണ്ടായിരുന്നു എന്ന് ഇമാം ഷാഫി തന്നെ പറഞ്ഞതായി താരീഖ് ബഗ്ദാദ് 123 കാണാം. ഇമാം ഷാഫി തന്നെ പറഞ്ഞു, എനിക്ക് ബാല്യ വിഷയം ഉണ്ടായി, അബൂ ഹനീഫിന്റെ ഖബറിൻ്റെ അടുത്ത് കാണിച്ചല്ലോ, ദ്വാരനാണ് വിളിച്ചാണ് സഹായം തേടിയത്, റെഡി പൂരിനേന് മുമ്പ് എന്ന് ഇമാം ഷാഫി തന്നെ താരീഖ് ബഗ്ദാദിൽ 123 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയാറത്ത്, ഖുർആൻ പാരായണം, അന്നദാനം, വിജ്ഞാന സദസ്സ് തുടങ്ങിയ ഇസ്ലാമിക ചര്യകൾക്ക് പകരം ഉത്സവപ്പറമ്പുകൾ സൃഷ്ടിക്കുന്നത് മഹാന്മാരോട് കാണിക്കുന്ന അനാദരവും ഗുരുതരമായ തെറ്റുമാണ്. അവിടെ അങ്ങനെയുള്ള ഉത്സവപ്പറമ്പ് ഉണ്ടാക്കണമെന്ന് സമസ്ത പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഉറൂസുകളും മറ്റും അനിസ്ലാമികമാണെന്ന് പറയുന്നത് ശരിയല്ല, അതിന് സമസ്തനെ കിട്ടില്ല. അനാചാരങ്ങളെ അകറ്റാൻ വേണ്ടി സദാചാരങ്ങളെ നശിപ്പിക്കണമെന്ന് പറയുന്നത് ശരിയല്ല, അത് ഇസ്ലാമിലില്ല. ഇസ്ലാം സുന്നത്താക്കിയ പെരുന്നാൾ, ഇന്ന് പെരുന്നാൾ വരുമ്പോൾ എത്ര ചെറുപ്പക്കാർ എന്തെല്ലാം കൂത്താണ്. അതുകൊണ്ട് ഇപ്പോൾ പെരുന്നാൾ വേണ്ടാന്ന് സമസ്ത അറിയാം. സുന്നത്താക്കിയ പെരുന്നാൾ ദിനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഹറാമുകൾ ചെയ്തു കൂട്ടിയാൽ പെരുന്നാളാകാശം പാടില്ലെന്ന് പറയുന്നതിന് സമാനമാണ് അനാചാരങ്ങൾ ചൂണ്ടിക്കാട്ടി ഉറൂസും സിയാറത്തും നിർത്തണം എന്ന് പറയുന്നത്. സമുദായ സമുദ്ധാരണത്തിനും യഥാർത്ഥത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും നായകത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ ചോദിച്ചു, സമസ്ത ജംഇയ്യത്തുൽ ഉലമക്ക് ഇതൊന്ന് പറഞ്ഞുകൂടെ? ഞങ്ങളാരും പറഞ്ഞത് നിൽക്കണില്ല. അങ്ങനെ ഇവിടുത്തെ എല്ലാ നവോത്ഥാനവും യഥാർത്ഥ ദീനും പ്രചരിപ്പിച്ച നായകത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ നേരത്തെ തന്നെ അതിൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്.
നിങ്ങളൊക്കെ ചോദിക്കാൻ വിചാരിക്കുന്നതിന് മുമ്പ് എന്നെ സമസ്ത നിർവഹിച്ചിട്ടുണ്ട്. അനാചാരങ്ങൾ അവസാനിപ്പിക്കാൻ, സദാചാരം നശിപ്പിക്കണമെന്ന തലതിരിഞ്ഞ വാദത്തിന് പകരം അവയുടെ തനിമ സംരക്ഷിക്കാനാണ് സമസ്ത വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ വടകരയിൽ ചേർന്ന സമസ്തയുടെ 19ാം വാർഷികത്തിലെ പ്രമേയം തന്നെ ഇങ്ങനെയായിരുന്നു: മഹാന്മാരുടെ പേരിൽ കഴിച്ചു വരാറുള്ള നേർച്ചയിലും മറ്റും നടന്നു വരുന്നതും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്ത് തൽസ്ഥാനങ്ങളിൽ സുന്നത്തായ ആചാരങ്ങൾ മാത്രം നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നാണ് 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ വടകരയിൽ വെച്ച് ചേർന്ന സമസ്തയുടെ 19ാം വാർഷികത്തിൽ അവതരിപ്പിച്ചത്. കേരളത്തിലെ മിക്ക മക്ബറകളും ഇസ്ലാമിക ചൈതന്യം തിരിച്ചു കൊണ്ടുവരാൻ സമസ്തയുടെ ഈ പ്രമേയം സഹായിച്ചിട്ടുണ്ട്. സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള മക്ബറകൾ ഇന്നും ആ രംഗത്ത് മാതൃകയാണ്. ആയതുകൊണ്ട് ഇവിടെ കുളത്തിൽ വല്ലതും കലക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഛർദ്ദിച്ചോളണം. വളരെയധികം നഞ്ഞും നജസുമാണ് ആ കലക്കി വിട്ടത്. ഇതേവരെ കേരള മുസ്ലിമീങ്ങൾ പിടിച്ചു പോന്ന ആ മഹാസുന്നത്ത്, ആ പരമ്പരാഗതമായിരിക്കും മാതൃക മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തി ജമാഅത്തിന് വേണ്ടി നിങ്ങൾ മഹല്ലത്തോറും പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്.